കഫ് സിറപ്പ് കുടിച്ച് ഇന്ത്യയിലെ ചില കുട്ടികൾ മരണപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും. രാജ്യത്ത് ആശങ്ക ഉയർത്തി ചുമമരുന്ന് മരണം. രണ്ടാഴ്ചക്കിടെ മരിച്ച കുട്ടികളുടെ എണ്ണം 11ആയി. കഫ് സിറപ്പ് കഴിച്ച കുട്ടികൾ മരിച്ചതിൽ രാജ്യത്ത് ആശങ്ക തുടരുന്നു. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനും മരുന്ന് നൽകരുത്. കേന്ദ്ര മന്ത്രാലയം 2 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും കഫ് സിറപ്പ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതൊക്കെ ബ്രാൻഡാണ്, അതുപോലെ ഏതൊക്കെ മരുന്നുകൾ കഴിച്ചപ്പോഴാണ് ഇത്തരം അപകടം ഉണ്ടായത്, ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പല അപകടങ്ങളും തടയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കുട്ടിക്ക് ഒരു ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്ന എന്താ, മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ചുമയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. ചുമ വന്നു കഴിഞ്ഞാൽ ചുമയുടെ മരുന്ന്, വയറിളക്കം വന്നാൽ വയറിളക്കത്തിന് മരുന്ന്, പനി വന്നു കഴിഞ്ഞാൽ പനിയുടെ മരുന്ന്, പാരസെറ്റമോൾ, അല്ലേ? ഇതാണ് നമ്മുടെ, എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ചുമ വന്നു കഴിഞ്ഞാൽ ചുമയുടെ കാരണത്തിനെ ട്രീറ്റ് ചെയ്യില്ല, ആ ഒരു ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യില്ല, ചുമ സപ്രസ് ചെയ്യാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞാൻ സ്ഥിരമായിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രാജസ്ഥാനിൽ ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിക്കാർ എന്നുള്ളൊരു ജില്ലയിൽ 5 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിക്ക് ഡെക്സ്ട്രോ മെത്തോർഫാൻ അടങ്ങിയ ഒരു സിറപ്പ് കൊടുക്കുകയും അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഛർദിലുണ്ടായി, അതുപോലെ കൈയും കാലും തളരാൻ തുടങ്ങി, ശ്വാസം മുട്ടലുണ്ടായി, ബോധക്ഷയമുണ്ടായി, ആ കുട്ടി മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം ചെറിയൊരു കാര്യമാണെന്ന്. ഉടനെ തന്നെ ആ ബാച്ച് ഇറക്കിയ മൊത്തം മരുന്നുകളെയും തിരിച്ചു വലിക്കുകയും ആ മരുന്ന് കൊടുത്ത ഫാർമസിസ്റ്റിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ നടന്ന ഒരു കാര്യം കൂടെ പറയാം. മധ്യപ്രദേശിൽ 11 കുട്ടികളാണ് ഇതുപോലെ മരണപ്പെട്ടത്. മധ്യപ്രദേശിലും രാജസ്ഥാനും 2025 മാത്രം 11 കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്. ഇപ്പൊ ചിന്തുവാര എന്നുള്ളൊരു സ്ഥലത്തും അതുപോലെ രാജസ്ഥാനിലുമാണ് ഇതുപോലെ വന്നത്. അവിടെ സംശയിക്കപ്പെട്ട സിറപ്പ് എന്ന് പറഞ്ഞാൽ കോൾഡ്രിഫും അതുപോലെ നെസ്റ്റോ DS എന്നുള്ളൊരു മരുന്നാണ്. ഈ മരുന്ന് സംശയം തോന്നിയ ഉടനെ ഡ്രഗ് കൺട്രോൾ ഉടനെ തന്നെ സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് അയച്ചു. അപ്പോൾ ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ, DEG എന്ന് പറയും, അതുപോലെ എത്തിലീൻ ഗ്ലൈക്കോൾ എന്നുള്ള EG, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. ഇത് ഇല്ല എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അതിനുശേഷം അവർ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അവിടെ കൊടുത്ത ആ ഒരു സിറപ്പിൽ മാത്രം അങ്ങനെ വന്നു കാണും, ബാക്കിയുള്ള സാമ്പിളുകളിൽ അത് വന്നിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മരണങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ 2 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും കഫ് സിറപ്പ് കൊടുക്കരുതെന്നുള്ള നിയമം വന്നു. 4 വയസ്സിന്റെ താഴെയുള്ളവർക്കും ചില കോമ്പിനേഷനുകൾ മരുന്ന് കൊടുക്കരുതെന്ന്. കാരണം ഇന്ത്യയിൽ ഒത്തിരി കോമ്പിനേഷൻ മെഡിസിൻ ഉണ്ട്. ക്ലോർഫെനറമിൻ മാലേറ്റിന്റെ കൂടെ, ഫിനൈലെഫ്രിന്റെ കൂടെ, പിന്നെ അങ്ങനെ പല മരുന്നുകൾ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും അത് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വിളിക്കുന്ന അസ്കോറിൽ ഫ്ലൂ ഡ്രോപ്സ് എന്ന് പറയുന്നത് അത് ഒരുമിച്ചുള്ളതാണ്. അലക്സ് എന്ന് പറഞ്ഞ കഫ് സിറപ്പ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. മാക്സ്ട്ര എന്നുള്ളൊരു കഫ് സിറപ്പ്, ടീമിനിക്ക് എന്നുള്ള കഫ് സിറപ്പ് എല്ലാം ഇതുപോലെ മിക്സ്ഡ് ആണ്. മിക്സ്ഡ് മരുന്നുകൾ ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ലേബൽ ചെയ്യണം. ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലേബൽ ചെയ്യണമെന്നും വളരെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്താണ് പറഞ്ഞതെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോഴാണ് ഈ ഒരു നിയമം വന്നത്. എത്രയോ നാളുകൾക്ക് മുമ്പ് ലോകാരോഗ്യ സംഘടന ഇതിനെക്കുറിച്ച് പറഞ്ഞാണ്. അതായത് ലോകത്തിൽ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കഫ് സിറപ്പ് കുടിച്ച് കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. ഗ്യാംബിയയിൽ 2022 2 വയസ്സിന് താഴെയുള്ള 66 കുട്ടികളാണ് മരണപ്പെട്ടത്. അവർക്കുണ്ടായ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആദ്യം വയറുവേദന വന്നു, ഛർദി വന്നു, മൂത്രം സ്റ്റോപ്പായി, വൃക്ക തൈറോയിഡിലോട്ട് പോയി, കംപ്ലീറ്റ് ആയിട്ട് കിഡ്നി ഫെയിലിയറിലോട്ട് പോയി. ഇവിടെ കാരണക്കാരൻ DEG, നേരത്തെ പറഞ്ഞ മരുന്നും എത്തിലീൻ ഗ്ലൈക്കോൾ എന്നുള്ള സാധനം അതിനകത്തോട് ആഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ 2019 2020 കോൾഡ് ബെസ്റ്റ് എന്നുള്ള ഒരു സിറപ്പ് കുടിച്ച് 12 മുതൽ 14 കുഞ്ഞുങ്ങൾ ഇതുപോലെ മരണപ്പെട്ടിരുന്നു. അവിടെയും ഈ DEG അതുപോലെ EG എന്നുള്ളൊരു സാധനം ആ ഒരു സിറപ്പിൽ ആഡ് ചെയ്തുകൊണ്ടാണ് മരണം സംഭവിച്ചത്. ഇന്തോനേഷ്യയിലും ഉസ്ബെക്കിസ്ഥാനിലും 200-ൽ കൂടുതൽ കുട്ടികളാണ് ഇതുപോലെ മരണപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം കേസുകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഐസൊലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ മാത്രം നടന്ന ഒരു കാര്യമല്ല, എല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സിറപ്പിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് ഇത്തരം വലിയ ഡോസ് താങ്ങാനായിട്ട് അവർക്ക് പറ്റില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളുടെ അകത്ത് 7 രാജ്യങ്ങളിൽ നിന്ന് 300-ലധികം കുഞ്ഞുങ്ങളുടെ മരണം സംഭവിച്ചതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന വളരെ കാര്യമായിട്ട് കഫ് സിറപ്പിൽ DEGയും അതുപോലെ എത്തിലീൻ ഗ്ലൈക്കോളും ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല, അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അത് മാരകമായ വിഷമാവും എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുത്തത്. ഈ ഡൈ ഇഥിലൈൻ ഗ്ലൈക്കോൾ എന്താണെന്നുള്ള അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി സിറപ്പുകൾ കേടാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഇപ്പോൾ ഗാംബിയയിലും ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും എല്ലാം ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായത് ഈ ഡൈ ഇഥിലൈൻ ഗ്ലൈക്കോൾ എന്നുള്ള സാധനം, അല്ലെങ്കിൽ എത്തിലീൻ ഗ്ലൈക്കോൾ എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ രാസവസ്തു നമ്മുടെ ഈ സിറപ്പിൽ ആഡ് ആയതുകൊണ്ടാണ്. ഇത് എന്തിനാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് മിക്ക ഈ കമ്പനികളും ഇത് ചേർക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ കെമിക്കൽ സോൾവെന്റ് ആണെന്ന് പറയാം. നമ്മുടെ സാധാരണ ബ്രേക്കിന്റെ ഫ്ലൂയിഡിലും പെയിന്റിലും ആന്റി ഫ്രീസ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനമുണ്ട്. ഇതിലൊക്കെയാണ് സാധാരണ ആഡ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഭക്ഷണത്തിൽ ആഡ് ആവാൻ പാടില്ല. അവരെന്ത് ചെയ്യും? ചീപ്പായിട്ട് സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഗ്ലിസറിനും പ്രൊപ്പലിൻ ഗ്ലൈക്കോളൊക്കെയാണ് സാധാരണ ആഡ് ചെയ്യുന്നത്.
അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കോമൺ ആയിട്ട് മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിച്ചതിന് ശേഷം ഏകദേശം 24 മണിക്കൂറിനകത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ഛർദി, വയറുവേദന, തലവേദന, മറ്റു ബുദ്ധിമുട്ടുകളാണ്. ഇതുവരെ കുടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, പേടിക്കേണ്ട. ആദ്യത്തെ ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനകത്ത് ലക്ഷണമില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ചുമ വരുന്ന സമയത്ത് അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് എന്താണ്? ആ കുഞ്ഞിന്റെ ചുമയൊന്ന് മാറ്റി കൊടുക്കണം. കാരണം എന്താണ്? അത് കടന്ന് ബുദ്ധിമുട്ടുന്നില്ലേ എന്നുള്ള. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഈ വിഷം, അതിപ്പോൾ ഏത് കഫ് സിറപ്പ് ആണെങ്കിലും, ഇപ്പോൾ ആയുർവേദമാണെങ്കിലും അതുപോലെ അലോപ്പതി ആണെങ്കിലും, ഇതിനകത്തെല്ലാം കേടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത് കൊടുക്കാതിരിക്കുക. 2 വയസ്സ് താഴെയുള്ള കുഞ്ഞിന്റെ കരളെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് മെറ്റബോളിസ് ചെയ്യാനായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ട് അത് വളർച്ച എത്തിയിട്ടില്ല. അതുപോലെ വൃക്കയും പ്രോപ്പറായിട്ട് ഇവരുടെ ഈ വിഷാംശങ്ങൾ പുറത്തോട്ട് കളയാനുള്ള കഴിവില്ല. ബ്രെയിനിന്റെ റിസപ്റ്റേഴ്സ് ഒക്കെ വളരെ സെൻസിറ്റീവാണ്. അതുമാത്രമല്ല ചെറിയ ബ്രെയിനാണ്. വളരെ പെട്ടെന്ന് ശരീരത്തിൽ റിയാക്ഷൻ ഉണ്ടാവും, ഫിറ്റ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ കിഡ്നി പെട്ടെന്ന് തകരാറിലോട്ട് പോകാം, ലിവർ പെട്ടെന്ന് തകരാറിലോട്ട് പോകും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ 2 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്. ഒരു വലിയൊരു വണ്ടിയിൽ നമുക്ക് ഒത്തിരി പെട്രോൾ ഒഴിക്കാനായിട്ട് പറ്റും അല്ലേ? പക്ഷെ ഒരു ചെറിയ വണ്ടിയാണെങ്കിലോ അത്രയധികം പെട്രോൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് കൊടുക്കുന്ന പോലുള്ള മരുന്നുകൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അത് പ്രശ്നമാവും, അവരുടെ ആരോഗ്യത്തിന് മോശമാക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് കഫ് സിറപ്പിൽ ഉണ്ടാവുന്ന മരുന്നുകൾ? ഇതൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സാധാരണ ആന്റി ഹിസ്റ്റമിൻസ് ഉണ്ടാവും, ഡൈഫെൻഹൈഡ്രമിൻ അല്ലെങ്കിൽ ക്ലോർഫിനെറമിൻ എന്നുള്ള മരുന്നുകൾ. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലർജി കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ മൂക്കൊലിപ്പൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുട്ടികൾ അമിതമായി കഴിച്ചാൽ ഉറക്കം ഉണ്ടാവാം, ഫിറ്റ്സ് ഉണ്ടാവാം, അതുപോലെ ശ്വാസം എടുക്കുന്നതിന്റെ സ്പീഡ് കുറയാം. രണ്ടാമത്തത് ചിലപ്പോൾ ഡീകൺജസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഫിനൈലെഫ്രിൻ, അതുപോലെ തന്നെ സ്യൂഡോ എഫ്രിഡിൻ എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകളാണ്. അത് നമ്മുടെ മുതിർന്നവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂക്കിൽ അടപ്പൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുഞ്ഞുങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ താളം വരെ തെറ്റാം. അതുപോലെ അത് വലിയ പ്രോബ്ലം ആവും. അടുത്തതായിട്ട് ആന്റി ട്യൂസീസ് എന്നുള്ള സാധനങ്ങൾ മരുന്നുകൾ ആഡ് ചെയ്യും. കൊഡീൻ, അതുപോലെ ഡെസ്ട്രോ, മെത്തോർഫൻ എന്നുള്ള സാധനം. ഇത് ഡേഞ്ചറസ് ആണ്. ഇത് മുതിർന്ന ആളുകളിൽ ചുമ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം ബ്രെയിനിൽ പോയി ആക്ട് ചെയ്തിട്ട് കഫിനെ സപ്രസ് ചെയ്യും. പക്ഷെ കുട്ടികളിൽ അവരുടെ റിസപ്റ്റേഴ്സ് വളരെ സെൻസിറ്റീവാണ്. അതുപോലെ കുട്ടികൾ ശ്വാസം എടുക്കാതെ അവസ്ഥയിലോട്ട് പോകാം, മരണത്തിലോട്ട് വരെ എത്തിക്കാം. കൊടീൻ ഒരു കാരണവശാലും 12 വയസ്സിന്റെ താഴോട്ടുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. ഇനി അടുത്തത് ചില എക്സ്പോക്ടറന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാറുണ്ട്, ഗുഫാനസിൻ എന്നൊക്കെ പറഞ്ഞ്. അത് നമ്മുടെ കഫത്തിനെ കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കുട്ടികളിൽ അമിതമായി പോയാൽ അത് ഫിറ്റ്സ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഒരു കാരണവശാലും കോമ്പിനേഷൻ ആയിട്ടുള്ള 3-4 മരുന്നുകൾ ചേർത്തിട്ടുള്ള മരുന്നുകൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്പൂൺ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ 3 മരുന്നുകൾ ഉണ്ടാവും. ഇപ്പോൾ സെഡേഷൻ ഉണ്ടാവും, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഹാർട്ടിന് താളം അഫക്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പം കിഡ്നി അഫക്റ്റ് ചെയ്യുന്ന സാധനം ഉണ്ടാവും. എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റയടിക്ക് കുട്ടിക്ക് കൊടുക്കുന്നു, കുട്ടിയുടെ എല്ലാ സിസ്റ്റവും തകരാറിലാവും. അപ്പോൾ ചുമ കുറയാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ചുമ എന്ന് പറയുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുവരാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുവരാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിബയോട്ടിക്കിൽ കൊടുത്ത് അതിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ചെറിയ ചുമയൊക്കെ നമുക്ക് തേൻ കൊടുക്കാം. 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും തേൻ കൊടുക്കരുത്, അത് പ്രശ്നമാണ്. 1 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കുന്നത് തൊണ്ടയിലെ ചൊറിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ചെറിയ രീതിയിൽ ആവിയൊക്കെ പിടിക്കാം. കാരണം ഇതുവരെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആവി പിടിക്കുന്ന സമയത്ത് ആ ഒരു കഞ്ചഷൻ കുറയ്ക്കാൻ വേണ്ടിയും സിംറ്റമാറ്റിക്കലി നല്ലോണം ബെറ്റർ ആവും. അതുപോലെ മൂക്കിൽ നെയ്സൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് സലൈൻ നെയ്സൽ ഡ്രോപ്സ് ഏത് പ്രായക്കാർക്കും സേഫ് ആയിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക, തണുപ്പടിക്കാതിരിക്കാൻ നോക്കുക, എ സിയുടെ മുമ്പിൽ കിടക്കാതിരിക്കാൻ നോക്കുക, എ സി ഡയറക്റ്റ് മൂക്കിൽ അടിക്കാതിരിക്കാൻ നോക്കുക, അതുപോലെ ഫാനും ഡയറക്റ്റ് അടിക്കാതിരിക്കാനായിട്ട് നോക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, അതും നമ്മുടെ കഫം ലൈറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ടും ചുമ മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറോട് പോയി ചോദിച്ചിട്ട് ചുമയ്ക്കുള്ള മരുന്ന് എടുക്കുക എന്നുള്ള. ആവശ്യമില്ലാതെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ ഇതുപോലുള്ള കഫ് സിറപ്പുകൾ കൊടുക്കാതിരിക്കുക. ഇത് വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണ്. ആയുർവേദമാണെങ്കിലും പച്ച കളറിൽ നമ്മൾ വിചാരിക്കും നാച്ചുറലാണ്, വേറെ ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഈ കാര്യം പറയുന്നത്. ചുമയുള്ള കുട്ടി എപ്പോഴാണ് എത്രയും വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത് വ്യക്തമായി അറിഞ്ഞിരിക്കാം. ഇപ്പം 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടിയാണെങ്കിൽ 60 പ്രാവശ്യത്തിൽ കൂടുതൽ 1 മിനിറ്റിൽ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. 1 വയസ്സിന് മുകളിലോട്ടുള്ള കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ 40ന്റെ മുകളിൽ 1 മിനിറ്റിൽ ശ്വാസം എടുത്താലും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. മുതിർന്ന ആളുകളാണെങ്കിൽ 30ന്റെ മുകളിൽ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. നമ്മൾ വയർ എത്ര പ്രാവശ്യം പൊങ്ങുന്നോന്ന് എണ്ണിക്കഴിഞ്ഞാൽ മതി 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ശ്വാസം എടുക്കുന്ന അറിയാനായിട്ട് പറ്റും. പിന്നെ ശ്വാസം എടുക്കുന്ന സമയത്ത് നെഞ്ച് അകത്തോട്ട് വലിയുന്നുണ്ടോ നോക്കുക. സാധാരണ ശ്വാസം എടുക്കുമ്പോൾ പുറത്തോട്ടാണ് വരേണ്ടത്, അതിന് പകരം അകത്തോട്ട് ചെസ്റ്റ് ഇൻട്രോയിങ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. അതുപോലെ നമ്മുടെ നഖമൊക്കെ നോക്കുക, ചുണ്ട് നോക്കുക, മൂക്ക് നോക്കുക. നീല കളറിലോട്ട് മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. പിന്നുള്ളത് കുട്ടി ഈ പാല് കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഛർദിലുണ്ടാകുക, പിന്നെ അപസ്മാരം ഉണ്ടാവും. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുപോലെ ശ്വാസം മുട്ടൽ കുട്ടി പറയുന്നു, ശ്വാസം എടുക്കാൻ തടസ്സമുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവുക. ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു, ഓക്സിജൻ ഒരു പൾസ് ഓക്സിമീറ്റർ എപ്പോഴും വീട്ടിലുണ്ടായിരിക്കണം. 94% താഴെയാണെങ്കിൽ
1 മിനിറ്റ് നോക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട് 94% താഴെയാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇതൊക്കെയാണ് ചുമയുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കുഞ്ഞിന് നിങ്ങൾ കഫ് സിറപ്പ് കൊടുക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടായിരിക്കും, പക്ഷേ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാതിരിക്കുക, കാരണം ഇതിനകത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. കഫ് സിറപ്പ് ഒന്നും പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ ഇല്ല. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലൊന്നും ഇപ്പോൾ കഫ് സിറപ്പ് ബാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 4-5 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഒരു വളരെ നല്ലൊരു തീരുമാനമാണ്. കുട്ടിയുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലാതെ ഇത്തരത്തിലുള്ള കഫ് സിറപ്പുകൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കുഞ്ഞ് ചുമയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചുമ സപ്രസ് ചെയ്യാനായിട്ട് സിറപ്പ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഡോക്ടറിനെ വിളിക്കണം. ഡോക്ടറിൻ്റെ അടുത്ത് എപ്പോഴാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ചില പൊടിക്കൈകളും ചുമ മാറാനായിട്ടുള്ള മാർഗവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെബുലൈസേഷൻ ഒക്കെ ചെയ്യാം, അതൊക്കെ സേഫാണ്. നെബുലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മരുന്ന് മാത്രമേ നമ്മുടെ ലങ്ങിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ലങ് എക്സ്പാൻഡ് ചെയ്യുന്ന തരത്തിലുണ്ട്, കഫം കുറച്ചുകൂടെ ലൈറ്റ് ആക്കുന്ന തരത്തിലുള്ള നെബുലൈസേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ചിലതൊക്കെ എടുക്കുന്നുണ്ട്, വളരെ സേഫാണ്. ഇത്തരത്തിലുള്ള സിറപ്പുകളാണ് പ്രശ്നം. സിറപ്പ് എന്താണ്? നമ്മുടെ നേരെ വയറിലെത്തി, വയറിൽ നിന്ന് നേരെ ബ്ലഡിലെത്തി, ബ്ലഡിൽ നിന്ന് നേരെ ലങ്സിലൊക്കെ എത്തി വേണം ആക്ട് ചെയ്യാൻ, അല്ലേ? അല്ലെങ്കിൽ ലങ്സിൽ നിന്ന് നേരെ അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് നേരെ ബ്രെയിനിൽ പോയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത്. അപ്പം അത്രമാത്രം ഡോസിന്റെ ആവശ്യമില്ല. ഇപ്പൊ 2 വയസ്സിന്റെ താഴോട്ടുള്ള കുട്ടികൾക്ക് സിറപ്പ് കൊടുക്കരുതെന്നാണ് കേന്ദ്ര നിർദ്ദേശം ഉള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കഫ് സിറപ്പ് അതിന് മുകളിലോട്ടുള്ള പ്രായമുള്ളവർക്കും കൊടുക്കാവൂ. 4 വയസ്സിന്റെ താഴോട്ടുള്ള 5 വയസ്സിന്റെ താഴോട്ടുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുക്കരുത് എന്നുള്ള ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ കൊടുക്കണം. DEG ഡയത്തിലിൻ ഗ്ലൈക്കോളും അതുപോലെ എത്തിലിൻ ഗ്ലൈക്കോളും ഒക്കെ പല ഈ കഫ് സിറപ്പുകളിലൊക്കെ ഉണ്ടാകാൻ വളരെയധികം സാധ്യത ഉണ്ട്. എത്രമാത്രം രാജ്യങ്ങളിൽ ഇത് പ്രോബ്ലം ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അത് ഒരു ഐസൊലേറ്റ് ആയിട്ട് ഇന്ത്യയിൽ മാത്രം നടന്ന ഒരു സംഭവമല്ല, ഇത് നമുക്കും സംഭവിക്കാം. അതുകൊണ്ടാണ് ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ടത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.